പ്രിയപ്പെട്ടവരെ നമസ്കാരം. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. തിരുവനന്തപുരം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറി തിരുവനന്തപുരം ജില്ലയിലെ പ്രകൃതി രമണീയമായ പാലോട് പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു അമൂല്യ നിധിയാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഔദ്യോഗികമായി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് JNTBGRI എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ സസ്യ സംഗ്രഹാലയങ്ങളിൽ ഒന്നാണ്. ആയിരത്തി 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സമ്മേളനത്തിന് ശേഷമാണ് ഇത്തരമൊരു സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ചുള്ള ആശയം രൂപപ്പെടുന്നത്. പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ പ്രൊഫസർ അബ്രഹാമിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പരിശ്രമഫലമായി 1979 നവംബർ 17 ഈ സ്ഥാപനം ഇവിടെ നിലവിൽ വന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും ആകർഷണം നിറഞ്ഞ റിഫ്ലക്സോളജി നടപ്പാതയാണിത്. മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുള്ള ഈജിപ്ഷ്യൻ ചൈനീസ് പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരുതരം ഉരിച്ചിൽ ചികിത്സാ സമ്പ്രദായമാണ് റിഫ്ലക്സോളജി അഥവാ സോൺ തെറാപ്പി. ഇതിൻ പ്രകാരം പാദത്തിനടിവശം, ചെവി, കയ്യ് എന്നിവിടങ്ങളിലെ നിർദ്ദിഷ്ട ബിന്ദുക്കളിൽ ചെലുത്തുന്ന മർദ്ദം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രത്യേക അവയവങ്ങളിലെ ഊർജ ഉറവിടങ്ങളെ ഉദ്ദീപ്തമാക്കുന്നു. ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി പ്രത്യേക വലിപ്പത്തിലുള്ള ഉരുളൻ കല്ലുകൾ പാകി നിർമ്മിച്ചിരിക്കുന്ന റിഫ്ലക്സോളജി നടപ്പാതയിലൂടെ നടക്കുമ്പോൾ പാദം കേന്ദ്രീകരിച്ച് വിവിധ അവയവങ്ങളിലേക്കുള്ള ഊർജ ബിന്ദുക്കൾ ഉയർന്നു നിൽക്കുന്ന ഉരുളൻ കല്ലുകളാൽ ഒഴിയപ്പെട്ട് ഉത്തേജിതമാക്കുന്നു. കേരള സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലാണ് നിലവിൽ ഈ സ്വയംഭരണ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം 2011 ഇതിന് നിലവിലുള്ള ഈ പേര് നൽകിയത്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും മനോഹരമായ ആകർഷണങ്ങളിൽ ഒന്നാണ് അവിടുത്തെ മുളങ്കാടുകൾ അഥവാ ബാംബൂ സേത്തം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുള ശേഖരങ്ങളിൽ ഒന്നാണിത്. ഏകദേശം 17 ഏക്കറിലായി പരന്നുകിടക്കുന്ന ഈ ഭാഗത്ത് പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആൻഡമാൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ഇനങ്ങളും മ്യാൻമാർ, തായ്ലൻഡ്, തെക്കേ അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടെ 70-ലധികം വ്യത്യസ്ത ഇനം മുളകൾ സംരക്ഷിച്ചു പോരുന്നു. കൂടാതെ ഇവിടെയുള്ള മോളി മുള ശാസ്ത്രലോകത്ത് വളരെ പ്രശസ്തമാണ്. 48 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുകയും ആപ്പിളിൻ്റെ വലിപ്പമുള്ള വലിയ പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അപൂർവ ഇനമാണിത്. പൂത്ത് കായ്ച്ചതിനു ശേഷം ഈ മുളകൾ കൂട്ടത്തോടെ നശിച്ചു പോകാറുണ്ട്. വലിയ മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള കാട്ടുപാതകളിലൂടെയുള്ള നടത്തം സന്ദർശകർക്ക് ഒരു വലിയ വനത്തിലെത്തിയതുപോലെയുള്ള തണുപ്പും ശാന്തതയും സമ്മാനിക്കുന്നു. പ്രകൃതിയും ഫോട്ടോഗ്രാഫിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മികച്ച അനുഭവമായിരിക്കും ഇവിടെയുള്ള മുളങ്കാടുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന മുളകളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ജീൻ ബാങ്ക് കൂടിയാണിത്. പുതിയ ഹൈബ്രിഡ് ഇനം മുളകൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഗവേഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ബാംബു മ്യൂസിയം. മുളകൾ കൊണ്ട് ഉപയോഗിച്ചുള്ള ധാരാളം കരകൗശല വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ കഴിയും. കൂടാതെ തന്നെ നാഷണൽ ബാംബു മിഷൻ്റെ ഭാഗമായി മുളകൾ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു ക്രാഫ്റ്റ് സെൻ്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ഇവിടെ എത്തുമ്പോൾ വിസ്മയിപ്പിക്കുന്ന സസ്യ വൈവിധ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം 300 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ ക്യാമ്പസ് അപൂർവവും വംശനാശന ഭീഷണി നേരിടുന്ന ഒട്ടനവധി സസ്യങ്ങളുടെ അഭയകേന്ദ്രം കൂടിയാണ്. ആയുർവേദത്തിലും ഗോത്ര വൈദ്യത്തിലും ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങൾ ഇവിടെ ശാസ്ത്രീയമായി സംരക്ഷിക്കപ്പെടുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ദൃശ്യഭംഗി മനോഹരമായി കാണാൻ കഴിയുന്ന ഒരു വാച്ച് ടവറാണിത്. വിദേശ ഇനങ്ങളിലും പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനങ്ങളും ഉൾപ്പെടുന്ന 600-ലധികം വരുന്ന വർഗ്ഗങ്ങളിലുള്ള ഓർക്കിഡുകളുടെ വലിയൊരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈന്തപ്പനകളും കരിമ്പനകളും ഉൾപ്പെടുന്ന പാംവർഗ്ഗങ്ങളുടെ വലിയൊരു ശേഖരവും. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി സസ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബയോടെക്നോളജി, മൈക്രോബയോളജി, ഫൈറ്റോ കെമിസ്ട്രി, സസ്യങ്ങളിലെ രാസ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണിത്. പ്ലാന്റ് സിസ്റ്റമാറ്റിക് തുടങ്ങിയ മേഖലകളിൽ ഇവിടെ വിപുലമായ ഗവേഷണങ്ങൾ നടക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ ലബോറട്ടറികളിൽ കൃത്യമായി വളർത്തിയെടുത്ത് വനങ്ങളിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ വിജയകരമായി നടന്നു വരുന്നു. കൂടാതെ ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ഇവിടുത്തെ പ്രത്യേക കുളങ്ങളിൽ വളരുന്ന ഭീമൻ വട്ടത്താമരകൾ. ആമസോൺ നദീതടങ്ങളിൽ ജന്മമെടുത്ത ഈ സസ്യം അതിൻ്റെ വലിപ്പം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ലോക പ്രശസ്തമാണ്. ഭീമാകാരമായ ഈ താമരയുടെ ഇലകൾക്ക് സാധാരണയായി 2 മുതൽ 3 മീറ്റർ വരെ വ്യാസമുണ്ടാകും. ഇത് സന്യാസിമാർ പണ്ട് കമണ്ടലു ഉണ്ടാക്കിയിരിക്കുന്ന കമണ്ടലു ട്രീയാണ്. പ്രകൃതി സ്നേഹികൾക്കും സസ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരുപോലെ അറിവും ആനന്ദവും പകരുന്ന ഇടമാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്തേണ്ടതിൻ്റെയും ജൈവവൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവനുള്ള മ്യൂസിയം കൂടിയാണ് ഈ ഹരിതത്തുരുത്ത്. സാധാരണയായി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് സന്ദർശകർക്ക് ഇവിടെ പ്രവേശനം. ഏകദേശം 2-3 മണിക്കൂറുകളോടെടുക്കും നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ മുഴുവനും നടന്നു കാണുന്നതിന്. നടന്നു പോകാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇലക്ട്രിക്കൽ വാഹനവും ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വരുമ്പോൾ ദയവായി കയ്യിൽ കുപ്പിവെള്ളമോ അല്ലെങ്കിൽ സ്നാക്സോ എന്തെങ്കിലും കൂടെ കയ്യിൽ കരുതേണ്ടതാണ്. കാരണം 2-3 മണിക്കൂറോളം നമുക്ക് ഇവിടെ നടന്ന് കാണാനുള്ള അത്രയും കാഴ്ചകളുണ്ട്. കൂടാതെ നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പിവെള്ളമോ സ്നാക്സോ ദയവായി പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടതാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിസ്തൃതമായ ഈ പച്ചപ്പിനുള്ളിലൂടെ നടക്കുമ്പോൾ സന്ദർശകരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് അവിടുത്തെ പഴമയും പൈതൃകവും വിളിച്ചോതുന്ന മനോഹരമായൊരു കെട്ടിടം. കാടിൻ്റെ വന്യതയ്ക്കുള്ളിൽ ഒരു പഴയ കേരളീയ തറവാട് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. കേരളീയ വാസ്തുവിദ്യ ശൈലിയിൽ ചരിഞ്ഞ മേൽക്കൂരയും പഴമയേറിയ ഓടുകളും തടികൊണ്ടുള്ള തൂണുകളുമൊക്കെയായി പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിലാണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. സസ്യങ്ങൾ മാത്രമല്ല, ക്യാമ്പസിനെ ചുറ്റിപ്പറ്റിയുള്ള ജലാശയങ്ങളും പ്രകൃതിദത്തമായ മനോഹരമായ കുളങ്ങളും കൂടാതെ ഇതിനെ പാറക്കെട്ടുകളിൽ തട്ടി ഒഴുകി വരുന്ന ചിറ്റാർ നദിയുടെ കാഴ്ചയും മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. മരങ്ങളും പുഴയും പൂക്കളും പരസ്പരം മന്ത്രിക്കുന്ന പ്രകൃതി നമുക്കായി കാത്തുവച്ച ഒരു മഹാസങ്കേതമാണ് ഇവിടം. നമ്മുടെ പൂർവികർ നെഞ്ചേറ്റിയ ഔഷധ സസ്യങ്ങളുടെ ലോകത്തേക്ക്
പച്ചപ്പിൻ്റെ ഓരോ ഇലകളിലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ കാടിൻ്റെ നിശബ്ദതയിലേക്ക് നടന്നു കയറുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു പുത്തൻ ഉണർവ് നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.